ഹലോ ഓൾ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞ് വെർജീനിയ വുൾഫ് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ്. ആദ്യം തന്നെ വെർജീനിയ വുൾഫിൻ്റെ ഒരു ബ്രീഫ് ബയോഗ്രഫി നോക്കാം. Virginia Woolf is an English writer who is regarded as one of the most important modernist writers. And she is also the pioneer in the use of stream of consciousness as a narrative technique. She was the daughter of the Victorian critic Leslie Stephen, and her father encouraged her to write or to encourage her to start writing professionally, and she started writing in 1900 at the age of 18. Professionally, she started to writing at the age of 18, and then she formed the artistic and literary association called the Bloomsbury Group. And then she married her friend Leonard Woolf, and then together they founded the Hogarth Press. And her important works are To the Lighthouse, Orlando, The Waves, Mrs. Dalloway, The Voyage Out, etc. The Voyage Out is her first novel, and To the Lighthouse is considered to be her masterpiece work, the magnum opus of Virginia Woolf. And we have to study A Room of One's Own, which is an extended essay written by Woolf. ഇനി ഈ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന എസ്സേ എഴുതാനുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ 1928 വെർജീനിയ വോൾഫ് വാസ് ഇൻവൈറ്റഡ് ടു ഡെലിവർ എ ലെക്ചർ ഓൺ ദി ടോപ്പിക് വിമൻ ആൻഡ് ഫിക്ഷൻ ഇൻ 2 colleges in കേംബ്രിഡ്ജ് കോളേജസ് അണ്ടർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ വിമൻ ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ലെക്ചർ ഡെലിവർ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തു. അവിടെ ഷീ ഡെലിവേർഡ് ഓൺ ദ ടോപ്പിക്. അപ്പോൾ അങ്ങനെ അന്ന് സംസാരിച്ച ആ വിഷയങ്ങളെല്ലാം കൂടി കളക്ട് ചെയ്ത് 1929 ഒരു 6 part എസ്സേ ആയിട്ട് പബ്ലിഷ് ചെയ്തു. ആ എസ്സേ ആണ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞത്. സോ ഇനിഷ്യലി അത് എഴുതപ്പെട്ടിട്ടുള്ളൊരു വർക്ക് അല്ലായിരുന്നു. ഷീ ഡെലിവേർഡ് ഇറ്റ്, ഒരു സ്പീച്ചായിട്ട് ഡെലിവർ ചെയ്ത കാര്യമാണ്. ഇനിയും ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫെമിനിസ്റ്റ് ആർഗ്യുമെൻ്റ് ആണ് ഈ എസ്സേ എന്ന് പറയുന്നത്. ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു ഫിക്ഷണൽ ഓൾട്ടർ ഈഗോ, ഒരു ഫിക്ഷണൽ നെറേറ്ററിനെ അവരിതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മേരി ബെയ്റ്റൺ എന്നാണ് പേര്, MARYBETON. അതാണ് കറക്റ്റ്. ഇതിനകത്തുള്ള നെറേറ്റർ മേരി ബെയ്റ്റൺ ആണ്. പിന്നെ അവർ പറയുന്നുണ്ട്, യു ക്യാൻ കോൾ മീ ബൈ എനി നെയിം യു പ്ലീസ്. You can call me Mary Beaton, you can call me Mary Seaton, or you can call me Mary Carmichael എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓഡിയൻസിനെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തും അതേപോലെ തന്നെ ഒരു ഫിക്ഷണൽ ഓൾട്ടർ ഈഗോയെ ക്രിയേറ്റ് ചെയ്തും ഒക്കെ ഷീ പ്രസൻസ് ഹർ ആർഗ്യുമെന്റ്, ഷീ പ്രസൻസ് ഹർ ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ്. And she begins the essay by claiming that a woman must have money and a room of her own to write in. ഒരു സ്ത്രീ, ഒരു വുമൺ റൈറ്റർ ഉണ്ടായി വരണമെങ്കിൽ ഫസ്റ്റ് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അതാണ് ഷീ മസ്റ്റ് ഹാവ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ട് പൈസ വേണം. അതേപോലെ ഷീ ഹാസ് ടു ഹാവ് എ റൂം ഓഫ് ഹെർ ഓൺ. അപ്പം ഒരു സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് വേണം. അതേപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു റൂം വേണം. നമുക്കറിയാം, പണ്ട് കാലത്ത് വിമൻ യൂസ് ടു റൈറ്റ് യൂസിങ് സ്യൂഡോണിംസ് ഒക്കെ വെച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ റൈറ്റേഴ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു അന്നത്തെ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ. ഇവിടെ എ റൂം ഓഫ് വൺസ് ഓൺ എന്നാണ് എസ്സേയുടെ പേര്. ദാറ്റ് നെയിം ഇറ്റ് സെൽഫ് ഈസ് എ സിമ്പിൾ ഓഫ് എന്തൊക്കെയാണ്? ഒരു നമുക്കറിയാം, ഇമേജ് ഓഫ് എ റൂം എന്ന് പറയുന്നത് ഒരു ഫ്രീഡം എന്നുള്ളതല്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു റൂം ഉണ്ടെന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം. അപ്പോൾ ഇവിടുത്തെ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ഈ ഹെഡിങ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇമേജ് ഓഫ് എ റൂം ഇസ് എ പവർഫുൾ ആൻഡ് വിവിഡ് സിമ്പിൾ ഓഫ് ഇന്റലക്ച്വൽ ഫ്രീഡം ദാറ്റ് വൂൾഫ് ഈസ് ചാമ്പ്യനിങ് ഇൻ ഹെർ ലെക്ചേഴ്സ്. ഒരു വുമൺ റൈറ്ററിന് ഇത് വേണം, ഒരു സ്ത്രീ റൈറ്ററിന് റൂം ഓഫ് ഹെർ ഓൺ വേണം, ഷീ ഷുഡ് ഹാവ് മണി എന്നുള്ളൊരു കാര്യമാണ് വൂൾഫ് ഈ എസ്സേയിൽ ത്രൂ ഔട്ട് പറയുന്നത്. അതേപോലെ ഈ റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മറ്റേ ഒരു ഫാമിലി സ്പേസിൻ്റെ എല്ലാ ബിസി ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നും മാറി നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യൽ, ഒരു വുമൺ റൈറ്ററിന് അവരുടെ ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യലിനെ
കംപ്ലീറ്റ്ലി ലീവ് അപ്പ് ചെയ്യാൻ പറ്റുന്ന LIVE ലീവാണ്, ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വേണം. അപ്പൊ ആ സ്പേസിനെയാണ് ഇവിടുത്തെ റൂം ഓഫ് വൺസ് ഓൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഷി ക്യാൻ ത്രോ ഓഫ് ദി ആങ്കർ അറ്റ് ദ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ലിമിറ്റേഷൻസ്. ആ ദേഷ്യം കാണിക്കാൻ ഒരു പ്രൈവറ്റ് സ്പേസ് വേണം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും വേണം. ഇതാണ് വെർജീനിയ വുൾഫിൻ്റെ ചീഫ് ആൻഡ് സെൻട്രൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ നെറേറ്റർ, ഫിക്ഷണൽ ഓൾട്രീഗോ ആയിട്ടുള്ള മേരി ബീറ്റൺ എന്നോ മേരി സീറ്റൺ എന്നോ മേരി കാർമിഷേൽ എന്നൊക്കെ പറയുന്ന ആ 3 പേരും നെറേറ്ററാണ്. പിന്നുള്ളത് ജൂഡിത്ത് ഷേക്സ്പിയർ ആണ്. വുൾഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ക്യാരക്ടറാണ് ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ, നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ഇമാജിനറി സിസ്റ്ററാണ് ജൂഡിത്ത് ഷേക്സ്പിയർ. ഇവിടെ വുൾഫ് ജൂഡിത്ത് ഷേക്സ്പിയറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ്പ്ലോർ ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ ദർ ആർ നോ ഗ്രേറ്റ് വിമൻ റൈറ്റേഴ്സ് ഫ്രം ഷേക്സ്പിയേഴ്സ് ടൈം. അന്ന് എന്തുകൊണ്ട് നല്ല എമിനൻ്റ് ആയിട്ടുള്ള വിമൻ റൈറ്റേഴ്സ് ഉണ്ടായി വന്നില്ല. ഇനിയും ഷേക്സ്പിയറിന് ഇങ്ങനെ ജൂഡിത്ത് എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ, അവർ ഗിഫ്റ്റഡ് റൈറ്റർ ആയിരുന്നുവെങ്കിൽ അവൾക്കും ഷേക്സ്പിയറിനെ പോലെ പേര് കേൾക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യനിലൊക്കെയാണ് ജൂഡിത്ത് ഷേക്സ്പിയർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ എസ്സേക്ക് 6 പാർട്സ് ഉണ്ട്, 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 6 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ 3rd ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഈ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി പറയാം. അപ്പം ആദ്യം ചാപ്റ്റർ 1 നോക്കാം. So in the first chapter we see Virginia Woolf being asked to give a lecture on women and fiction, and she begins by discussing her thought process about how to approach the topic. അപ്പോൾ വെർജീനിയ വുൾഫിനെ ഒരു ലെക്ചർ ഡെലിവർ ചെയ്യാൻ വിളിച്ചു, ആൻഡ് ഷീ സ്റ്റാർട്ട്സ് ടു തിങ്ക് അബൌട്ട് ദ പ്രോസസ്. എങ്ങനെയാണ് ഞാൻ ആ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടുന്നത്, വിമൻ ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നു. ആൻഡ് ഫൈനലി ഷീ കൺക്ലൂഡ്സ്, ചിന്തിച്ചിട്ട് ഫൈനലി ഷീ കൺക്ലൂഡ്സ്, a woman must have money and a room of her own if she is to write fiction. ഒരു സ്ത്രീ ഒരു എഴുത്തുകാരി ആവണം എന്നുണ്ടെങ്കിൽ, if she has to write a fiction, she must have money and a room of her own എന്ന് ഒരു ചാപ്റ്റർ ഫസ്റ്റിൽ തന്നെ വെർജീനിയ വുൾഫ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഷീ ഇൻവൈറ്റ്സ് എ ഫിക്ഷണൽ പേഴ്സണ, മേരി ബീറ്റൺ, who will narrate a series of events and the thoughts they inspire so that the audience can follow the train of thought that led her to the conclusion. അപ്പോൾ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ തീരുമാനിക്കുന്നു, മേരി ബീറ്റൺ എന്ന് പേരിടുന്നു. ആൻഡ് ആ മേരി ബീറ്റൺ ആണ് ഈ ഇവൻസിനെയൊക്കെ നെറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നെറേഷനിൽ കൂടിയിട്ട് ഈ ലെക്ചർ കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് വെർജീനിയ വുൾഫ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയതെന്ന് മനസ്സിലാവും. ദാറ്റ് എ വുമൻ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതെന്ന് മേരി ബീറ്റൺ കുറെ ഇവൻസ് പറയുന്നതിൽ കൂടി ആൾക്കാർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു തുടങ്ങുവാണ്. ദിസ് മേരി നെറേറ്ററാണ്. നെറേറ്റർ സിറ്റ്സ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ ഇൻ ഓക്സ്ബ്രിഡ്ജ്. ഈ ഓക്സ്ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു പോർട്ട്മാൻറ്റീവ് വേർഡാണ്. ഓക്സ്ഫോർഡ് പ്ലസ് കേംബ്രിഡ്ജ് എന്നുള്ളതിനെ ചേർത്തിട്ടാണ് ഓക്സ്ബ്രിഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മെൻസ് യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് ഷി വാസ് തിങ്കിങ് അബൌട്ട് വിമൻ ആൻഡ് ഫിക്ഷൻ. മേരി ബീറ്റൺ ഇങ്ങനെ ആ ടോപ്പിക്കിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ എ വൈൽ ഷി റൈസസ് ആൻഡ് ബിഗിൻസ് ടു വാക്ക് അക്രോസ് ദ ഗ്രാസ്. അവിടുത്തെ ആ പുൽത്തകടിയിൽ കൂടി നടക്കാൻ തീരുമാനിക്കും. ആൻഡ് എ മാൻ സിഗ്നൽസ് ഹർ ദാറ്റ് ഷി ഷുഡ് നോട്ട് ടേക്ക് ദാറ്റ് പാത്ത്. ആ ഗ്രാസിൽ കൂടി നടക്കരുതെന്ന് പറയും. ആൻഡ് ദെൻ ഷി വിസിറ്റ്സ് ദ ലൈബ്രറിയിൽ പോകും. പക്ഷെ അവിടെ ഒരാൾ പറയും, യു ഷുഡ് നോട്ട് or women are not allowed to use the library unless they are accompanied by a man or they have a letter of introduction. ഇവരെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ലെറ്റർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെയിൽ പേഴ്സൺ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ they are not allowed to use the library എന്ന് പറയും. then she goes to an elaborate luncheon എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ലഞ്ചിന് പറയുന്ന പേരാണ് ലഞ്ചൻ. ആൻഡ് ഷി എൻജോയ്സ് ദ വണ്ടർഫുൾ ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് നന്നായിട്ട് കഴിച്ചു. അതൊരു വിമൻസ് കോളേജിൽ ആണെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു വിമൻസ് കോളേജിലത്തെ ഫുഡാണ്. ആൻഡ് ഒരു പറയുന്നുണ്ട് ഡിന്നർ ഫേൺഹാം എന്ന് പറയുന്ന ഈ ലഞ്ച് കഴിച്ചത് ഓക്സ്ബ്രിഡ്ജിലാണ്. ഡിന്നർ ഫേൺഹാം എന്ന് പറയുന്ന വിമൻസ് കോളേജിലാണ്. ആൻഡ് അവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ് ഇൻ കമ്പാരിസൺ ടു ദിസ് ഫുഡ് അറ്റ് ഓക്സ്ബ്രിഡ്ജ് എന്ന് പറയുവാണ്.
And this contrast lead her to think about the wealth of men and poverty of women. അപ്പൊ ഇവിടുന്നാണ് ഷീ ഷുഡ് ഹാവ് മണി ഓഫ് ഹെർ ഓൺ എന്നുള്ളൊരു കാര്യത്തിലോട്ട് വരുന്നത്. ഈ കോൺട്രാസ്റ്റ് മെൻസ് ഹോസ്റ്റലിലെ ഫുഡ് മെൻസ് കോളേജിൽ ഉള്ള ഫുഡ് എന്ന് പറയുന്നത് നല്ല റിച്ച് ആൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ വിമൻസ് കോളേജിൽ അങ്ങനല്ല. അപ്പൊ ഇവിടെ നിന്നാണ് മെൻ ആർ വെൽതി ആൻഡ് വിമൻ ആർ പുവർ എന്നുള്ളൊരു കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെയാണ് വെർജീനിയ വുൾഫ് ആദ്യം തന്നെ പറയുന്നത് എ വുമൺ റൈറ്റർ ഷുഡ് ഹാവ് മണി ആൻഡ് എ റൂം. അപ്പം മണി എന്നുള്ളൊരു കാര്യം ഇങ്ങനെയാണ് അവരുടെ മനസ്സിലോട്ട് വരുന്നത്. സോ ഇതാണ് ചാപ്റ്റർ 1 And chapter 2 is set in a new setting, which is London. And now Mary explores the question, why was one sex so prosperous and the other so poor? എന്താണ് ആ ഒന്ന് പ്രോസ്പെറസ് ആവാനും റിച്ച് ആവാനും ഒന്ന് പുവർ ആവാനുമുള്ള കാരണം. ആൻഡ് വാട്ട് ഇഫക്റ്റ് ഹാസ് ദിസ് പോവർട്ടി ഓൺ ഫിക്ഷൻ? വിമൻ പുവർ ആണെന്ന് പറഞ്ഞു, ഇനി അതിന് ഫിക്ഷൻ ക്രിയേഷനിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇഫക്റ്റ്? ആൻഡ് ദെൻ ഷീ ഗോസ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ആൻഡ് ഷീ ഫൈൻഡ്സ് മെനി ബുക്സ് റിട്ടൺ ബൈ മെൻ അബൌട്ട് വിമൻ. പുരുഷന്മാർ സ്ത്രീകളെ പറ്റി എഴുതിയ ബുക്കുകൾ ധാരാളം കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് സം ഓഫ് ദി ടോപ്പിക്സ് ഓഫ് ക്വസ്റ്റ്യൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ, അവർക്കൊരു ലൈക്ക് സോൾ ഉണ്ടോ, ആർ ദേ ഡിവൈൻ, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പല ബുക്കുകളും ഉണ്ടായിരുന്നത്. And there she found one book which made her very angry. The name of the book is The Mental, Moral and Physical Inferiority of the Female Sex. That book infuriated her, and she realizes that men often put women down because they are used to having all the power and having women prop up their self-image. അപ്പോൾ പണ്ട് തൊട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ men had all the power. ആൻഡ് സ്ത്രീകൾക്ക് അവരുടെ ഒരു സെൽഫ് ഇമേജ് പോലും ഒന്ന് കൃത്യമായിട്ട് ഒരു പവർഫുള്ളി ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ദേ വർ ജസ്റ്റ് പ്രോപ്പിംഗ് അപ്പ്, അങ്ങനെ ലീൻ ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് വിമനെ തന്നെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നൗ വിത്ത് വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ് ആൻഡ് മെൻസ് കോൺഫിഡൻസ്, ഇപ്പം വിമൻ സഫ്രജറ്റ് മൂവ്മെന്റും വുമന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റും ഒക്കെ നടക്കുമ്പോഴത്തേനും മെൻസ് കോൺഫിഡൻസ് ആൻഡ് പവർ ആർ ത്രെറ്റൻഡ്. പണ്ടത്തെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞൊരു മെയിൽ സെൻട്രിക് വേൾഡിൽ സ്ത്രീകൾക്കും ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ മൂവ്മെന്റും ഈ മെന്നിന്റെ കോൺഫിഡൻസിനെയും പവറിനെയും ത്രെറ്റൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് മേക്സ് ദം അൺസർട്ടൻ ആൻഡ് ദസ് ദേ ട്രൈ ടു റീഗെയിൻ സുപ്പീരിയോറിറ്റി ത്രൂ ലോജിക്. തർക്കത്തിൽ കൂടി, ആർഗ്യുമെന്റിൽ കൂടി സ്ത്രീകൾക്ക് എന്തിനത് കൊടുക്കണം, അവർ ഡിവൈൻ ആണോ, അവർക്ക് സോൾസ് ഉണ്ടോ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണോ എന്നൊക്കെ ഓരോരോ തർക്കം. അപ്പൊ ഇങ്ങനെയുള്ള പല പല തർക്കത്തിൽ കൂടി ദേ ആർ ട്രൈങ് ടു റിഗെയിൻ ദെയർ സുപ്പീരിയോറിറ്റി, ദെയർ പവർ. അതെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കോൺഫിഡൻസും പവറൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദേ ആർ ആർഗ്യൂയിങ് ഇൻ ഓൾ ദീസ് ബുക്സ്. അതാണ് പറയുന്നത്. Then Mary has a lunch at a restaurant and she pays her own money. And then she thinks back to what it was like to have no money. അപ്പം അവള് ഫുഡ് കഴിച്ചു, അവളുടെ തന്നെ പൈസ കൊടുത്തു. ആൻഡ് ദെൻ ഹീ ഈസ് തിങ്കിങ് പൈസ ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ്. ആൻഡ് ഇപ്പോൾ സ്വന്തമായിട്ട് പൈസയുണ്ട്, ആ പൈസ അവൾക്ക് കൊടുക്കുന്ന പവറും ഫ്രീഡവും കോൺഫിഡൻസിനെയും ഒക്കെ അവൾ ചിന്തിക്കുവാണ്. ഓക്കെ, ആ ഒരു കോൺട്രാസ്റ്റ് ആണ് പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ എന്നുള്ളൊരു ചിന്ത. So that is all about the second chapter. And chapter 3, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. In this chapter, Mary investigates the question of why Elizabethan women wrote nothing. So 16th centuryയിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് എഴുത്തുകാരായില്ല, അല്ലെങ്കിൽ വില്യം ഷേക്സ്പിയറിനെ പോലെ അന്ന് എന്തുകൊണ്ടൊരു കൊളോസൽ റിനൗണ്ട് ആയിട്ടുള്ള ഒരു വുമൺ റൈറ്റർ എന്തുകൊണ്ട് ഇല്ലാതായി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ഇവിടെ. ആൻഡ് ഷീ കൺക്ലൂഡ്സ് ദാറ്റ് എലിസബത്തൻ വിമൻ ഹാഡ് നോ മണി ഓഫ് ദെയർ ഓൺ. അവർക്ക് സ്വന്തമായിട്ട് പൈസയും ഇല്ലായിരുന്നു. ആൻഡ് ഓൾസോ ദേ വർ ഫോഴ്സ്ഡ് ഇൻ ടു മാരേജസ് ആൻഡ് ദേ ഡിഡ് നോട്ട് ഹാവ് ദ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് നീഡഡ് ടു ബിക്കം എ റൈറ്റർ. അപ്പോൾ അവർക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം അവരെ എല്ലാവരെയും ഫോഴ്സ്ഡ് മാരേജ് കഴിപ്പിക്കുകയും അതേപോലെ തന്നെ അവർക്ക് റൈറ്റർ ആവാനുള്ള ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. And it is in this chapter she invents
a fictional sister for Shakespeare. വില്യം ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇമാജിനേഷനിൽ ഷീ ക്രിയേറ്റ്സ് എ ക്യാരക്ടർ ഹുസ് നെയിം ഇസ് ജൂഡിത്ത് ഷേക്സ്പിയർ. ആൻഡ് ജൂഡിത്ത് ഷേക്സ്പിയർ വാസ് എ വുമൻ വിത്ത് ദ സെയിം ഗിഫ്റ്റ് ആൻഡ് ദ സെയിം ലിറ്റററി ഡ്രൈവ് ആസ് എ ബ്രദർ വില്യം. വില്യം ഷേക്സ്പിയറിനെ പോലെ തന്നെ ജീനിയസ് ആയിട്ടുള്ളൊരു സിസ്റ്റർ അയാൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ വെർജീനിയ വുൾഫ് invents a character named Judith. And while William was sent off to school, married and had a child, and then went off to London to seek his fortune, Judith stayed at home. She was engaged, and then she ran away to London to avoid marriage. അത്രയും ജീനിയസ് ആയിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ വില്യമിന് സംഭവിച്ച പോലെ ഒന്നും ആയിരിക്കത്തില്ല. വില്യമിനെ സ്കൂളിൽ വിട്ടു, വില്യം ഏർലി ഏജിൽ കല്യാണം കഴിച്ചിട്ട് ലണ്ടനിലോട്ട് മൂവ് ചെയ്തു. ദെൻ പിന്നെന്താണ്, പ്ലേ എഴുതാനും ആക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹി മൂവ് ടു ലണ്ടൻ. ഇങ്ങനെയൊക്കെ വില്യം ചെയ്തപ്പോഴത്തേനും വാട്ട് ഡിഡ് ജൂഡിത്ത് ഡു? ഷീ സ്റ്റേഡ് അറ്റ് ഹോം, ഷീ വാസ് എൻഗേജ്ഡ്, ആൻഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് മാരേജ് ഷീ റാൻ അവേ ടു ലണ്ടൻ. ഷീ മൂവ് ടു ലണ്ടൻ. വേർഡ്സ്വർത്ത് അയാളുടെ കരിയറിനെ ഒന്ന് ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ പോയപ്പോഴത്തേനും ദിസ് ഗേൾ ഹു വാസ് ഈക്വലി ബ്രില്യൻറ്റ് ആസ് ഹർ ബ്രദർ, ഷീ മൂവ്ഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദറ്റ് മാരേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ മൂവ് ചെയ്തത്. ഈവൻ ദോ ജൂഡിത്ത് റീച്ച് ലണ്ടൻ, ഹെർ ഇൻട്രസ്റ്റ് ഇൻ തിയേറ്റർ വാസ് ത്വാർട്ടഡ്. അവിടെയും അവളുടെ പ്ലേ എഴുതാനും ആക്ട് ചെയ്യാനുള്ള കഴിവിനെയൊന്നും അവർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷി വാസ് റിജക്റ്റഡ് ആൻഡ് ഷി വാസ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ്. ഒരു വുമൺ ആണ്, ഷി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ തിയേറ്റർ, ബട്ട് അവിടെ ചെന്ന് അവൾക്ക് അവളുടെ കഴിവിനെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനും അതിനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ആൻഡ് പീപ്പിൾ men took advantage of her and unable to express her gifts, അവരുടെ ടാലൻറ്റ് ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഷീ കിൽഡ് ഹെർസെൽഫ്, ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. So Virginia Woolf is saying that it would have been impossible for a woman in Shakespeare's time to write plays. ഷേക്സ്പിയർ എഴുതിയതുപോലെ അന്നത്തെ ഒരു വുമണിനും എഴുതാൻ പറ്റത്തില്ല. ബിക്കോസ് ഇൻ്റലക്ച്വലി ഫ്രീ അല്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഇങ്ങനൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഷീ ക്യാൻ നോട്ട് റൈറ്റ് ഫിക്ഷൻ ഓഫ് ദെയർ ഓൺ. ആൻഡ് ഗിഫ്റ്റഡ് വിമൻ, ഇവിടെ ഗിഫ്റ്റഡ് വിമൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമൻ വിത്ത് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള വിമനാണ്. സോ ഗിഫ്റ്റഡ് വിമൻ വുഡ് ഹാവ് ബീൻ ഔട്ട്കാസ്റ്റ്. ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ളതാണ്, റിജക്റ്റ് ചെയ്യുക, ഓസ്ട്രസൈസ് ചെയ്യുക. സോ ദേ വെർ റിജക്റ്റഡ് and they were considered as prostitutes, and finally they had to do suicide. And ബിക്കോസ് എന്തുകൊണ്ട് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്? ബിക്കോസ് അവർക്കൊരു റൈറ്റർ ആവാൻ വേണ്ടിയിട്ട്, അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ദറ്റ് സൊസൈറ്റി ഈസ് നോട്ട് ഗിവിങ് ദം. സോ സിൻസ് they are not able to express their talents or skills, they are forced to do suicide. And the work of Shakespeare shows evidence of a mind that is incandescent and unimpeded. Incandescent എന്ന് പറഞ്ഞാൽ പാഷനേറ്റ് ആൻഡ് ബ്ലേസിങ് എന്നൊക്കെയാണ്. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളൊരു മൈൻഡാണ് നമുക്ക് ഷേക്സ്പിയറിൻ്റെതാണ് നമുക്ക് അയാളുടെ വർക്ക്സിൽ നിന്ന് ക്ലിയർ ആണ്. പക്ഷേ അൺഇംപെൻഡഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഹിൻഡേർഡ് എന്നാണ്. ആരും ഒബ്സ്റ്റക്കിൾ ഒന്നുമില്ലാതെ ഹിൻഡർ ചെയ്യാതൊക്കെ ഉള്ള മൈൻഡാണ് അയാളുടെതെന്നും നമുക്ക് മനസ്സിലാവും. പക്ഷേ a woman of that time would never have lived in circumstances that allow the development of this kind of mind. ഇങ്ങനെ അൺഇംപെൻഡഡ് ആയിട്ട് ഇൻകാൻഡസൻ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു മൈൻഡ് അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പറ്റത്തില്ലായിരുന്നു. ബിക്കോസ് ദേ were not financially stable, they were not intellectually independent, or they were not having a room of their own. അപ്പം തേർഡ് ചാപ്റ്ററിൽ എന്താ പറയുന്നത്? എലിസബത്തൻ ഏജിൽ എന്തുകൊണ്ട് വിമൻ റൈറ്റേഴ്സ് ഉണ്ടായില്ല? അതിന് കാരണമായിട്ട് അവർ പറയുന്നത് എന്താണ്? ഒന്ന്, they had no money of their own and they were forced into marriages and they were not given training or experiences needed to become a writer. In chapter 4, Virginia Woolf tells that the idea that any woman would be able to have a mind incandescent and unimpeded in the Elizabethan age seemed to be ludicrous.
അന്ന് ആർക്കും എഴുതാം, അല്ലെങ്കിൽ അൺഹിൻഡേർഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് എഴുതാം എന്നുള്ളൊരു ചിന്ത, ഇറ്റ് വാസ് അൺബിലീവബിൾ വെൻ ഏത് സമയത്ത് എലിസബത്തിൻ ഏജിൽ റിച്ച് വിമൻ കുഡ് റൈറ്റ് എ ലിറ്റിൽ, കുറച്ചെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഉണ്ടായിരുന്നത് റിച്ച് വിമനായിരുന്നു. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ, സമയം പോകുന്നതനുസരിച്ച് വിമൻ റൈറ്റേഴ്സ് ബിഗാൻ ടു എമേർജ്. 16th സെഞ്ച്വറിയിൽ അത് വിചാരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ആസ് ടൈം എമേർജ് 18th അല്ലെങ്കിൽ 19th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴത്തേനും there were far more women writers, and some of them even made money. They got published and they even got money, and this gave freedom to writing as an acceptable occupation for women. അപ്പം അങ്ങനെ ആയതിനു ശേഷം മാത്രമാണ് ഇത് സ്ത്രീകൾക്ക് പേഴ്സ് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണെന്ന് പോലും അംഗീകരിക്കപ്പെടുന്നത്. By the 19th century, several women novelists were recognized for their literary contributions. Writers like Jane Austen and Afra Ben, അവരൊക്കെ എഴുതിയ സമയമാണ്. So they were recognized for their literary contributions, and writers like Jane Austen perfected the kind of writing that depended on keen observation and interaction between people in sitting rooms. ഒരു ഡൊമസ്റ്റിക് നോവൽസ് ഒക്കെ എഴുതിയവരാണ് ജെയിൻ ഓസ്റ്റൻ. ഒരു കൺട്രി സൈഡ് വീടുകളിൽ നടക്കുന്ന കഥകളൊക്കെ എഴുതിയതാണ്. സോ ആ ഒരു സ്റ്റൈല് പെർഫെക്റ്റ് ചെയ്ത ആളാണ് ജെയിൻ ഓസ്റ്റൻ. But even so, many of this generation of women writers showed signs of anger and struggle against their limitations, and this detracted from their writing. വീണ്ടും എല്ലാവരും ഇങ്ങനെ ഈസി ആയിട്ട് സിറ്റിംഗ് റൂം കോമഡീസോ അല്ലെങ്കിൽ സിറ്റിംഗ് റൂം റൊമാൻസസ് ഒന്നും എഴുതാൻ കേപ്പബിൾ അല്ലായിരുന്നു. സം റൈറ്റേഴ്സ് ഈവൻ ഷോ ദെയർ ആങ്കർ ആൻഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദെയർ ലിമിറ്റേഷൻസ്. അവരുടെ പ്രൊട്ടസ്റ്റ് ഒക്കെ കാണിക്കാനും വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ പ്രൊട്ടസ്റ്റ് ഉള്ളവർക്ക്, ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ സോഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ ഒന്നും ഇല്ലാത്തവർ വീണ്ടും ദേ വർ നോട്ട് ഏബിൾ ടു റൈറ്റ്. ഒരു ജെയിൻ ഓസ്റ്റൻ എഴുതിയതുപോലെ അന്നത്തെ അത്രയും സോഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്ക് അന്നും എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. സ്റ്റിൽ ദി സിറ്റുവേഷൻ ചേഞ്ച്ഡ് ബൈ ദ 19th സെഞ്ച്വറി എന്നാണ് വെർജീനിയ വുൾഫ് പറയുന്നത്. ചാപ്റ്റർ 4 അപ്പം 19th സെഞ്ച്വറി വരെ എത്തി. ആൻഡ് ഇൻ ചാപ്റ്റർ 5 മേരി മൂവ്സ് ഓൺ ടു ദ റൈറ്റിംഗ് ഓഫ് ഹെർ ഓൺ ടൈം. മേരി എന്ന് പറയുന്നത് തന്നെ വെർജീനിയ വുൾഫിൻ്റെ ഒരു ഓൾട്ടർ ഈഗോ ആണ്. അപ്പോൾ മേരി ചാപ്റ്റർ 5 ആകുമ്പോഴത്തേനും ഒരു പുതിയ ഓതറിനെ ഇൻവെൻറ്റ് ചെയ്യും. അതാണ് മേരി കാർമൈക്കിൾ, CARMICHAEL, മേരി കാർമൈക്കിൾ. അവരൊരു ഓതറാണ്. ആൻഡ് മേരി, നമ്മുടെ ആദ്യത്തെ നെറേറ്റർ മേരി ബീറ്റൻ, ഷീ ഗിവ്സ് കമൻട്രി ഓൺ കാർമൈക്കിൾസ് ബുക്ക് ലൈഫ്സ് അഡ്വെഞ്ചർ. ഈ ഇമാജിനറി ഓതർ എഴുതിയ ഒരു ബുക്കാണ് ലൈഫ്സ് അഡ്വെഞ്ചർ. അപ്പോൾ ആ ബുക്കിനെ പറ്റി ഒരു കമൻട്രി കൊടുക്കും. ആ ബുക്കിനെ പറ്റി പറയുന്നത്, the sentences do not flow well, scenes do not proceed in order, and overall the book is not sublime എന്നൊക്കെയുള്ള അഭിപ്രായം പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വെർജീനിയ വുൾഫ് എഴുതിയ വർക്ക്സ് ഇതുപോലെയല്ലേ? ഓർഡറോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഫ്ലോയിൽ വരുന്നതോ ഒന്നുമല്ല. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ഫ്രാഗ്മെൻറ്റഡ് സെൻറ്റൻസസും ട്രഡീഷണൽ ആ ഫോമിൽ നിന്നൊക്കെ മാറി എഴുതിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് വെർജീനിയ വുൾഫിൻ്റെ ഒരു ഇമേജ് ആയിട്ട് മേരി കാർമൈക്കിളിനെയും കാണാൻ പറ്റും. ഈവൻ ദോ ദ ബുക്ക് വാസ് നോട്ട് സബ്ലൈം, ഇറ്റ് ഹാഡ് ദ പൊട്ടൻഷ്യൽ ആൻഡ് ഗിവൻ ഇനഫ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ ടു റൈറ്റ് ഇൻ. അപ്പം മേരി കാർമൈക്കിൾ എന്ന് പറയുന്നവർ വെർജീനിയ വുൾഫ് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ലേഡി റൈറ്ററാണ്. സ്വന്തമായിട്ട് പൈസ ഉള്ള, സ്വന്തമായിട്ട് റൂമൊക്കെ ഉള്ള ഒരാളാണ്. സോ കാർമൈക്കിൾ മൈറ്റ് ബിക്കം എ ഗ്രേറ്റ് റൈറ്റർ ഓർ അറ്റ്ലീസ്റ്റ് എ ബെറ്റർ റൈറ്റർ. ഈ 19th സെഞ്ച്വറി വരെ ഉള്ളവരെക്കാട്ടിലോ ഒക്കെ ബെറ്റർ റൈറ്റർ ആവാനുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. ബിക്കോസ് ഷീ ഹാഡ് ഹെർ ഓൺ മണി, ഇനഫ് മണി ഉണ്ട്. അതേപോലെ തന്നെ ഷീ ഹാഡ് ഹെർ ഓൺ റൂം. അങ്ങനെ സ്പേഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഡിപെൻഡൻസും ഉള്ളൊരു ലേഡി ആയിട്ടാണ് ഈ ഇമാജിനറി ഓതറായ മേരി കാർമൈക്കിളിനെ ചാപ്റ്റർ 5 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Now moving to Chapter 6. Chapter 6 is more optimistic in nature. Chapter 6 നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും മേരി ഉണരുന്നു. ഷീ വാച്ചസ് ദ പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് ഷീ ഒബ്സർവ്സ് 2 people. ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ചൊരു ടാക്സിയിൽ കയറി പോകുന്നത് കാണുന്നു. And this becomes an image of what she thinks need to happen in the mind in order to be productive. അപ്പം ഒരു റൈറ്റർ ആവണം എന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ മെയിൽ ഫീലിങ്സും ഫീമെയിൽ ഫീലിങ്സും വേണം. ഒരു ഹെർമഫ്രോഡൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആൻഡ്രോഗൈനസ് ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ റൈറ്റർ ആണെങ്കിലും അവരെഴുതുന്ന ക്യാരക്ടേഴ്സിൽ മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. സോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും
ചിന്തിക്കാൻ ഒരു ഫീമെയിൽ റൈറ്ററിന് പറ്റണം, തിരിച്ച് മെയിലിനും അതേപോലെ തന്നെ ഫീമെയിൽ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റണം. എന്നാലല്ലേ ആ വർക്ക് ട്രൂ ടു ദ പീപ്പിൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ട്രൂ ടു ദി സെൻസ് ആവത്തുള്ളൂ. വെർജീനിയ വുൾഫ് ആഗ്രഹിക്കുന്നത് ഇതേപോലെയാണ്. വെൻ സംബഡി ഈസ് റൈറ്റിംഗ്, മനസ്സിൽ ആ രണ്ട് സെക്സിനെയും ഈക്വൽ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഗ്രേറ്റ് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. And the male nature and the female nature both present in the mind must coexist peaceably together. അത് ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. സാമുവൽ ടൈലർ കോളേജിനെ അവിടെ അവരെ കോട്ട് ചെയ്യുന്നുണ്ട്. Once Coleridge had asserted that a great mind is androgynous. Androgynous എന്ന മീനിങ് ഹാവിങ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് സെക്സസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അങ്ങനെ ആവണം എന്നല്ല, മനസ്സിൽ അങ്ങനെ ആയിരിക്കണം എന്നാണ്. ഒരു ഹെർമോഫ്രൊഡൈറ്റ് ആയിരിക്കണം അറ്റ് മൈൻഡ്. എന്നിരുന്നാൽ മതി. ഹവർ മെൻ അങ്ങനെയാണെങ്കിൽ കൂടി മെൻ എന്താണ് ചെയ്യുന്നത്? ദേ ഹാവ് ഡബിൾഡ് ഡൗൺ ദെയർ മാസ്കുലിനിറ്റി. മെൻ ആർ മോർ മാസ്കുലിൻ ആൻഡ് സ്ത്രീകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് റൈറ്റ് വേണം, അവർ കൂടുതൽ ഫെയർ ആയിട്ട്, കൂടുതലും അൺബയസ്ഡ് ആയിട്ട് എങ്ങനെയാണോ മെൻ ജീവിക്കുന്നത് അതേപോലെ ആയിരിക്കണം വിമന്റെ ലൈഫ് എന്ന് വിമൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈക്വലി വിമന് മെന്നിനോടൊരു അഗ്രഷനോ അവരെ പോലെ പറ്റുന്നില്ലല്ലോ എന്നൊരു സാധനവും, മെന്നിന് ഞങ്ങൾ മെന്നാണ് എന്നുള്ളൊരു ഭാവവും ഉണ്ട്. This had made women's writing poorer because they are in opposition to the womanly part of their own minds. ഇത് പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. വിമനെ പറ്റി എഴുതുമ്പം അവർ പുവർ ആയി പോകുന്നതിന്റെ കാരണം ബിക്കോസ് അവരുടെ മനസ്സിൽ അവർ സ്ത്രീകൾക്ക് എതിരാണ്. ബിക്കോസ് സ്ത്രീകൾ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, ഒരു ഈക്വൽ ആയിട്ട് ജീവിക്കണം എന്നുള്ളതൊക്കെ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ ദേ ആർ ഓപ്പോസിങ് വിമൻ. അതുകൊണ്ട് തന്നെ ഈ റൈറ്റിംഗിലും ഈ ഒരു മിസോഗിനിസ്റ്റ് അപ്രോച്ച് കാണാൻ പറ്റുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടാണ് അവർ എഴുതുന്നത്. സോ ഷീ കൺക്ലൂഡ്സ്, ഇറ്റ് ഈസ് ഫേറ്റൽ ഫോർ എനിവൺ ഹു റൈറ്റ്സ് ടു തിങ്ക് ഓഫ് ദെയർ സെക്സസ്. അപ്പം ഇഫ് എ ഫീമെയിൽ ഓതർ ഈസ് റൈറ്റിംഗ്, അവരുടെ മനസ്സിൽ മെന്നിനെ പറ്റിയുള്ള ചിന്ത വേണം, വിമനെ പറ്റിയും വേണം, ആൻഡ് വൈസ് വേഴ്സ ഓൾസോ. എന്നാൽ മാത്രമാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. ഇനിയും മേരി ബീറ്റന്റെ ക്യാരക്ടറിനെ മാറ്റിയിട്ട് വിർജീനിയ വുൾഫ് തന്നെ അസേർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ലാസ്റ്റിൽ കാണാൻ പറ്റുന്നത്. ഷീ റീ അസേർട്സ് ദാറ്റ് എ വുമൺ മസ്റ്റ് ഹാവ് 500 a year and a room if she is to write fiction or poetry. അപ്പം ഷീ ഷുഡ് ഹാവ് മണി ഓഫ് ഹെർ ഓൺ ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ. വീണ്ടും തുടക്കത്തിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വീണ്ടും റീ അസേർട്ട് ചെയ്യുവാണ്. ആൻഡ് ഇത് പറയുന്നത് കൊണ്ട് ഷീ ഈസ് എൻകറേജിങ് ദ വിമൻ റൈറ്റേഴ്സ് ഇൻ ദ ഓഡിയൻസ് ടു മേക്ക് മണി ആൻഡ് ഹാവ് എ റൂം ഓഫ് ദെയർ ഓൺ. നമ്മൾ കണ്ടതാണ്, ഇവരൊരു 2 കോളേജസിൽ ഇവരെ ഒരു ലെക്ചർ ഡെലിവർ ചെയ്യാൻ വിളിച്ചപ്പോഴാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ ഷീ എൻകറേജസ് ദ വിമൻ റൈറ്റേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ഇൻ ദ ഓഡിയൻസ് ടു മേക്ക് മണി ഓഫ് ദെയർ ഓൺ ആൻഡ് ടു ഹാവ് എ റൂം ഓഫ് ദെയർ ഓൺ. അങ്ങനെ ആയാൽ ദിസ് വിൽ ലേ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് സോ ദാറ്റ് സം ഡേ ജൂഡിത്ത് ഷേക്സ്പിയർ വിൽ ട്രൂലി ബി ബോൺ. ഇമാജിനറി ക്യാരക്ടറായ വില്യം ഷേക്സ്പിയറിനോട് തന്നെ കിടപിടിക്കാൻ പറ്റുന്ന ഈക്വലി കേപ്പബിൾ ആയ, ഈക്വലി ബ്രില്യൻ്റ് ആയ ഒരു റൈറ്റർ ഉണ്ടായേക്കാം, ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ. സോ ഷീ ഈസ് ടെല്ലിങ് ദ വുമൻ റൈറ്റേഴ്സ് ഇൻ ദ ഓഡിയൻസ് ടു ഏൺ ദെയർ ഓൺ മണി ആൻഡ് ടു ഹാവ് എ റൂം ഓഫ് ദെയർ ഓൺ. ഭാവിയിൽ ജൂഡിത്ത് ഷേക്സ്പിയർ ഉണ്ടായേക്കാം ആൻഡ് വിൽ റൈറ്റ് വർക്ക്സ് ഓഫ് ജീനിയസ് ഡ്രോയിങ് അപ്പോൺ ദ ലെഗസി ഓഫ് ഓൾ ദ വിമൻ റൈറ്റേഴ്സ് ഹൂ കെയിം ബിഫോർ ഹർ. അപ്പം ഇങ്ങനെ നമ്മളൊരു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ശരിയാക്കി എടുക്കുവാണെങ്കിൽ പിന്നീടുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഗ്രേറ്റ് റൈറ്ററിൻ്റെ ലെഗസിയിൽ നമ്മൾക്കും 20th സെഞ്ച്വറിയിലുള്ള ആ റൈറ്റേഴ്സിനും ഒരു പങ്കുണ്ടാവും. അങ്ങനെയാണ് പറയുന്നത്. ഈ ഒരു എസ്സേയുടെ സെൻട്രൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, if a woman is to write something, she must have her own money and a room of her own. ഇതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ തീംസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യാമേ.